ഇതെൻ്റെ യൂട്യൂബിലത്തെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അത് ഞാൻ ഒരു ജേണൽ എഴുതി തുടങ്ങാമെന്ന് വിചാരിച്ചു. സോ എനിക്ക് തോന്നിയൊരു ഐഡിയ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ ജേണലാണിത്. ഐ മീൻ ഈ ബുക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഈ ജേണൽ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. ഈ ജേണൽ ബുള്ളറ്റ് ജേണൽ ചെയ്യാൻ കുറേ ആൾക്കാർ ഈ ബുള്ളറ്റ് ജേണലിൻ്റെ ഈ ടൈപ്പ് ഓഫ് ബുക്ക് തന്നെ വേണമെന്ന് വിചാരിക്കും. ബട്ട് കുഴപ്പമില്ല, നമുക്ക് ചെറുപ്പം തുടങ്ങാം. അങ്ങനെ ഞാൻ സാധാ നോർമൽ ഒരു നോട്ട് ബുക്ക് എടുത്തിട്ടാണ് ഞാൻ ഈ തുടങ്ങിയത്. അതിൽ തന്നെ അതിൽ ഞാൻ എൻ്റെ ഡിസൈൻസൊക്കെ വരച്ച് തുടങ്ങിയതാണ്. സോ ഫസ്റ്റ് പേജ് നമുക്ക് സെപ്റ്റംബർ എന്നുള്ള ഒരു തീമിൽ വരുന്നത്. ഐ മീൻ സെപ്റ്റംബർ മാസമാണ്. സോ അതിൽ വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഡിസൈനാണ് എടുത്തത്. ഐ മീൻ ക്യാസിൽ വെച്ചിട്ടുള്ള ഡിസൈൻ. ഇത് മൊത്തത്തിൽ കുറച്ച് പറഞ്ഞാൽ ഒരു ഫെയറി തീമിലാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ആയി വന്നപ്പോൾ അങ്ങനെ ഒന്നല്ല. ബട്ട് മൊത്തത്തിൽ എല്ലാത്തിനും അതിൻ്റെ തീമുണ്ട്. പിന്നെ ഈ കളർ കൊടുത്ത് കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നത് കളർ കൊടുക്കാതെ നല്ലത്, കളർ കോളാക്കി എന്നൊക്കെ തോന്നി. ഐ മീൻ ഞാൻ ഇത് ഫുള്ള് ക്യാസിൽ നോക്കിയത് ഞാൻ പിൻട്രസ്റ്റ് നോക്കി വരച്ചാണ്. ബട്ട് ഞാൻ പെൻസിൽ കളറുകൊണ്ട് ഇത് സ്കെച്ച് ചെയ്തപ്പോൾ മീൻസ് ഷെയ്ഡ് ചെയ്തപ്പം ഞാനത് എൻ്റെ ഇഷ്ടത്തിന് അങ്ങ് ചെയ്തു. പിന്നെ മനസ്സിലായത് ജസ്റ്റ് ഒന്ന് നോക്കായിരുന്നു, കുറച്ചുകൂടി ബെറ്റർ ആക്കായിരുന്നു. ബട്ട് സാരമില്ല, കുഴപ്പമില്ല, ഞാൻ തന്നെയല്ലേ കാണാനല്ലേ. അങ്ങനെ പിന്നെ ആളുകൾ ജസ്റ്റ് ഒരു ബോ വരച്ചു കൊടുത്തിരുന്നു. ആ ബോക്ക് ഒരു പിങ്ക് കളർ കൊടുത്ത്. ഐ മീൻ എൻ്റെ അടുത്ത് നല്ല ബ്രഷ് പെണ്ണൊക്കെ അത് എൻ്റെ അനിയന്മാരെ കൊണ്ടുപോയിട്ട് കാണാണ്ടാക്കി ഫുള്ള് കുത്തി നശിപ്പിക്കുക ചെയ്ത്. അപ്പോൾ എൻ്റെ അടുത്ത് ആകെ 12 ഷെയ്ഡിൻ്റെ 12 കളറിൻ്റെ ഈ പെൻസിലുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ എന്താക്കി ചെയ്യാൻ വിചാരിച്ചു. അടുത്തത് നമ്മുടെ റൈറ്റ് ദ ഡേ പേജാണ്. ഇത് ഞാൻ സാധാരണ ഈ ബോക്സസ് ലൈനും ആക്കലുണ്ടായിരുന്നു. ഐ മീൻ ആ ബോക്സസിൽ കലണ്ടർ പോലെ ബോക്സിൽ ലൈനും ആക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡോട്ട് ഇട്ടിട്ട് ഞാൻ 1 സെൻറ്റിമീറ്റർ പിന്നെ ഈ മീൻസ് ആ ഇടവ് വിട്ടിട്ട് ഞാൻ എന്താക്കി ഡോട്ട് ഇട്ട് വരച്ചപ്പോൾ കുറച്ചിട്ട് വൃത്തിയായി തോന്നി. കുഴപ്പമില്ല, മീൻസ് വെറൈറ്റി അങ്ങനെ ചെയ്ത്. പിന്നെ ഞാൻ ഈ ടു ഡു ലിസ്റ്റിൽ ടോപ്പ് പ്രയോറിറ്റീസ് ആക്കി. ടു ഡു ലിസ്റ്റിന് പകരം ടോപ്പ് പ്രയോറിറ്റീസ് ആക്കി. ഞാൻ നോട്ട്സ് ആൻഡ് തോട്ട്സ് അങ്ങനെ ഞാൻ ആദ്യം തുടങ്ങിയത് തന്നെ ഈ കഴിഞ്ഞ മാസത്തെ ജേണൽ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഞാൻ ആദ്യം തുടങ്ങുന്നത് തന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ അങ്ങനെ നല്ലൊരു ശീലമാണ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ പ്രാവശ്യം കുറച്ച് വെറൈറ്റി ഒക്കെ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമ്മളെ ഡേയ്സിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു ഹൈലൈറ്റ് എഴുതി കൊടുത്ത് അതുകൊണ്ട് തന്നെ സ്റ്റാർസ്, ഐ മീൻ 5 സ്റ്റാറിന് റെഡ്, 4 സ്റ്റാറിന് ഓറഞ്ച് ആൻഡ് 3 സ്റ്റാറിന് യെല്ലോ, പിന്നെ 2 സ്റ്റാറിന് പിങ്കും ആൻഡ് 1 സ്റ്റാറിന് ബ്രൗണും കൊടുത്ത് അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത്. അപ്പോൾ ആ പേജ് കഴിഞ്ഞ് ഇനി നമ്മുടെ ഹാബിറ്റ് ട്രാക്കർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പേജാണ്. ഐ മീൻ എനിക്ക് ഞാൻ ചെയ്തപ്പോൾ വലിയ ഐഡിയ ഇല്ല, പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ട പേജ്. എന്നിട്ട് ഞാൻ ഓരോ ലീഫിലും ഓരോ നമ്പർ എഴുതി കൊടുത്ത് അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെ കുറച്ച് ചെറിയ ഈ ഓവർ അങ്ങോട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പോയില്ല. കൊളാക്കണ്ട വെച്ചിട്ട് മെയിനുള്ള സ്വഭാവമാണ്, അവസാനം കൊണ്ടേ കൊളാക്കും. അങ്ങനെ അതെങ്ങനെ റെഡിയായി, ആ പേജ് റെഡിയായി. പിന്നെ അടുത്ത പേജ് മൂഡ് ട്രാക്കറിനാണ്. ഇത് കുറച്ച് അധികം വെറൈറ്റി ആക്കാൻ വേണ്ടി ഞാൻ എന്താക്കി അതിൽ ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുന്ന രീതി കുറേ. അപ്പോൾ നമുക്ക് ഞാൻ ഓരോ റെഫറൻസ് കണ്ടിരിക്കുന്നത് പിൻട്രസ്റ്റിനെങ്ങാനും. അപ്പോൾ ഇത് കുറേ മൂഡ് ഉണ്ടാവുമല്ലോ ഒരു ദിവസം. അപ്പോൾ അതിന് പറ്റിയൊരു ഐഡിയ ആണ് ഈ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല രസമാക്കി കുറേ മൂഡ് ഉണ്ടാകുമ്പോൾ ആ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഒരു നമ്മളെ ഈ പോട്ട് പോലെ ആവുകയും ചെയ്യും, നല്ല രസം ഉണ്ടാവില്ലേ. അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. അങ്ങനെ അതിന് വേണ്ടി ജസ്റ്റ് ഒരു പോട്ടിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു ഡിസൈൻ വരച്ചു കൊടുത്തു ഓരോതിൻ്റെ മുകളിലും. അങ്ങനെ ആ പേജ് കഴിഞ്ഞു. അധികം ഓവറാക്കാൻ പോയില്ല. പക്ഷേ അവസാനം കൊണ്ട് ഞാൻ ഒരു തൃപ്തി വരാത്ത കൊണ്ട് ഒരു സ്റ്റാറൊക്കെ വരച്ച് ആ പേജ് അങ്ങോട്ട് കൊളാക്കി വെച്ചിരിക്കുന്നത്. മര്യാദയ്ക്ക് ആളെ വെച്ചാൽ മതി. പക്ഷെ എനിക്കുള്ള സ്വഭാവം പറഞ്ഞില്ലേ, എന്തോ ആ കഴിഞ്ഞ പേജ് അങ്ങനെ ചെയ്യാൻ തോന്നിയില്ല. പേജ് ഞാൻ ചെയ്ത് കൊളായി, ഇഷ്ടപ്പെട്ടില്ല. സാരില്ല, എല്ലാം കൂടി കൊളാക്കിയിരിക്കുന്നത് എന്തായാലും സാരില്ല, പോട്ടെ. ഇനി അടുത്ത പേജിൽ നിന്നാണ് നമുക്കുള്ളത് സ്റ്റഡി ട്രാക്കർ. സോ ഐ മീൻ സ്റ്റഡി ലോഗായിട്ടാണ് വരച്ചത്. ട്രാക്കർ പോലെ ഐ മീൻ അതിങ്ങനെ ഈ നമ്മൾ ആ ഹവറിൻ്റെ ഇത് വെച്ചിട്ടില്ല. എനിക്ക് നല്ല രസമല്ലേ ഈ ബുക്ക് കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് ആ ഡിസൈൻ ക്യൂട്ടായിട്ട് പോലെ തോന്നി. അങ്ങനെ അടുത്തത് സ്ലിപ്പ് ട്രാക്കർ. സ്റ്റഡി ഒക്കെ അധികം ഡിസൈൻ ചെയ്യാത്തതുകൊണ്ട് സ്ലിപ്പ് ട്രാക്കർ. സ്ലിപ്പ് ട്രാക്കർ അധികം ഒന്നുമില്ല, ജസ്റ്റ് കുറച്ച് 3 വരച്ച് കൊടുത്ത് അതിന് പിന്നെ ഓരോ തീയതി മീൻസ് നമ്പർ എഴുതി കൊടുത്ത് ഡേറ്റ്, പിന്നെ അതിൻ്റെ ഹവേഴ്സ് വെച്ചിട്ട് അതിൽ ഒരു കളർ കൊടുത്ത്, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഹൈലൈറ്റ് ഓഫ് ദ ഡേ ആണ്. ഹൈലൈറ്റ് ഓഫ് ദ ഡേയിൽ ജസ്റ്റ് ഹൈലൈറ്റ് കൊണ്ട് വരച്ച് പിന്നെ ഹൈലൈറ്റ് ഓൺ ചെയ്ത് കൊടുത്താണ്. പക്ഷേ ആ എല്ലാം സ്റ്റാറിൻ്റെ മോൾ തുടങ്ങി. ആ സ്റ്റാർ ഞാൻ കൊള്ളാക്കി, ഇഷ്ടപ്പെട്ടില്ല, തീരെ ഇഷ്ടപ്പെട്ടില്ല. മറ്റൊക്കെ ഇഷ്ടപ്പെട്ടില്ല ആ സ്റ്റാർ വരച്ചെല്ലാം കൂടി. പിന്നെ എന്താക്കി ഒരു പിങ്ക് ഹൈലൈറ്റർ കൊണ്ട് ഈ ജസ്റ്റ് എത്ര ഡേയ്സ് ഉണ്ട് വെച്ചാൽ അങ്ങനെ ഹൈലൈറ്റ് ചെയ്തായിരുന്നു. പക്ഷേ എണ്ണം ഞാൻ മറന്നുപോയി. അങ്ങനെ എണ്ണം കൂടിയൊക്കെ പോയിക്കണം. അങ്ങനെ കുഴപ്പമില്ല. പക്ഷേ അവസാനം എങ്ങനെയോ ഞാൻ റെഡി. സെക്കൻഡ് പേജ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ഈ ഹൈലൈറ്റ് ഓഫ് ദ ഡേൻ്റെ. എല്ലാം എന്തോ ആക്കി വെച്ചിരുന്നു. പിന്നെ പക്ഷേ അവസാനം എന്തൊക്കെ കുറച്ചൊക്കെ അവിടെ ഇങ്ങോട്ടൊക്കെ ഒരു ഡൂഡിൽ പോലെയൊക്കെ വരച്ച് കൊടുത്തപ്പോൾ ഏകദേശം കുഴപ്പമില്ലാണ്ട് റെഡിയായി വന്ന്.
കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അടുത്തത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജെങ് കളക്ഷൻ. ഇത് ഞാൻ ഫുള്ളാക്കും എന്തായാലും എനിക്ക് ഉറപ്പാണ്. അങ്ങനെ ജെങ് കളക്ഷനിൽ ഒന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ പിക്ചർ മീൻസ് ആ പാക്കറ്റിനൊക്കെ വെട്ടിയൊട്ടിക്കാനുള്ള രീതിയിൽ ഒരു ബോക്സ് പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജെങ് കളക്ഷൻ കുറച്ച് മുട്ടായി ഐറ്റംസ്, ലൈസ്, അങ്ങനെ ലൈസാണ് വിചാരിച്ചത്, പച്ച സാധനം ലൈസാണ് വിചാരിച്ചത്, പക്ഷേ ലൈസ് ആയില്ല. അങ്ങനെ നമ്മൾ സെപ്റ്റംബർ മന്ത് വിളിച്ചില്ല, ഇനി സെപ്റ്റംബർ ആയാൽ മതി ചെയ്യാൻ. സോ കുറേ മിസ്റ്റേക്ക് ഉണ്ടെന്ന് അറിയാം, ഞാൻ ഇതൊക്കെ മിസ്റ്റേക്കൊക്കെ തിരുത്താൻ നോക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം.